ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നും മാങ്ങിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. മാങ്ങ ഇതുപോലെ അരിഞ്ഞിട്ട് ഉണക്കാൻ വെക്കുകയാണ് കേട്ടോ. നമ്മൾ അച്ചാറിട്ട് വെച്ചു, ഉപ്പിലിട്ട് വെച്ചു, പലതരത്തിൽ അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പിലിട്ടും വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉണക്കി വെക്കണം. അപ്പോൾ അത്യാവശ്യം മാങ്ങയൊക്കെ എല്ലായിടത്തും ചെനച്ചും പഴുത്തുമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചെനച്ച മാങ്ങയും ഇതിനു വേണ്ടി ഉപയോഗിക്കാം കേട്ടോ. ചെനച്ച മാങ്ങയും ചെനക്കാത്ത മാങ്ങയൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു 3-4 കഷ്ണങ്ങളാക്കിയാണ് മുറിക്കുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും. അത്യാവശ്യം കട്ടിയിലാണ് മുറിക്കുന്നത്. അതിനുശേഷം കല്ലുപ്പുണ്ടെങ്കിൽ കല്ലുപ്പിടുക, അല്ലെങ്കിൽ പൊടിയുപ്പ് ആവശ്യത്തിന് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു ദിവസത്തോളം വെക്കുക. അപ്പോഴത്തേക്കും ഉപ്പ് മാങ്ങയിൽ പിടിക്കുകയും ചെയ്യും. അതിലുള്ള എക്സ്ട്രാ ആയിട്ട് വരുന്ന വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം വാർന്ന് പോവുകയും ചെയ്യും കേട്ടോ. താഴോട്ട് ഞാനൊരു കണ്ണാപ്പയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം താഴോട്ട് വലിഞ്ഞു പൊക്കോളും. താഴെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഈ ഒരു ദിവസത്തിന് ശേഷം നന്നായിട്ടൊരു 5-6 വെയിലൊന്ന് പൊള്ളിച്ച് കഴിഞ്ഞാൽ, വെയിൽ കുറവായിരുന്നു. നല്ല വെയിലൊക്കെ ആണെങ്കിൽ ഒരു 4 വെയിലൊക്കെ മതിയാവും. എന്നാലും ഞാനൊരു 6 വെയിൽ പൊള്ളിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് ഉണങ്ങണമല്ലോ. അത്യാവശ്യം നല്ല കട്ടിയിലുമാണല്ലോ. അപ്പോൾ അതിനകത്തെ പഴുപ്പെല്ലാം നന്നായിട്ട് ഉണങ്ങിയിരിക്കണം. ഒട്ടും നനവ് പാടില്ല. നനവുണ്ടെങ്കിൽ കേടായി പോകും. എന്നിട്ട് ഇതുപോലെ ടൈറ്റായിട്ടുള്ളൊരു കുപ്പിയിൽ ആക്കി വെക്കുക. ഞാനിപ്പം ഒരു കുപ്പിയിലാക്കി ഞാൻ കാണിക്കുന്നുണ്ട്. ബാക്കിയും കുപ്പിയിലാക്കി വെക്കണം. നല്ല ക്രിസ്പി ആയിട്ടുള്ള സൗണ്ട് കേൾക്കുന്നത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് മത്തിയുടെ കൂടത്തൊക്കെ കറി വെക്കാൻ അടിപൊളിയാണ്. മീൻകറി വെക്കുമ്പോൾ ഏത് മീൻകറിയുടെ കൂടെയും വെക്കാൻ നല്ലതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം മത്തി കറി വെച്ചപ്പം ഉണക്ക മാങ്ങയിട്ടാണ് കറി വെച്ചത്. അതിൻ്റെ കൂടെ അല്പം വാളംപുളിയോ അല്ലെങ്കിൽ 1-2 ചെറിയ കുടംപുളിയുടെ കഷ്ണം ഇട്ടാലും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മാങ്ങ ആകുന്നതിന് മുന്നേ, തീരാനായിട്ടുണ്ട് ഏകദേശം, എന്നാലും തീരുന്നതിന് മുന്നേ ഒന്ന് പരീക്ഷ വെക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.